അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. എപ്പോഴെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ ഈമാനിൻ്റെ അഥവാ വിശ്വാസത്തിൻ്റെ രുചി ആസ്വദിച്ചിട്ടുണ്ടോ? കേൾക്കുമ്പോഴൊക്കെ ഒരു കൗതുകം തോന്നാം. ഈമാനിന് എന്ത് രുചിയെന്ന്, വിശ്വാസത്തിന് എന്ത് രുചിയാണ് എന്ന് നമുക്ക് തോന്നാം. എന്നാൽ നമ്മുടെ വിചാരങ്ങളെയും ചിന്തകളെയും സന്തോഷിപ്പിക്കുന്ന, ജീവിതത്തിൽ സമാധാനം നൽകുന്ന ഒരു മാധുര്യം ഈമാനിനുണ്ട്. ഒരാൾ മുസ്ലിമായി തീരാൻ ഈമാൻ കാര്യങ്ങളിൽ നിർബന്ധമായും വിശ്വസിച്ചിരിക്കണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? പക്ഷേ വെറും വിശ്വാസം പോരാ, അതിൻ്റെ ആഴത്തിലുള്ള അനുഭവം നമുക്ക് ലഭിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്യം ശ്രദ്ധിക്കൂ. അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ ദീനായും മുഹമ്മദിനെ അള്ളാഹുവിൻ്റെ ദൂതനായും തൃപ്തിപ്പെട്ടവൻ ഈമാനിൻ്റെ രുചി ആസ്വദിച്ചു. ഈ മൂന്ന് കാര്യങ്ങളാണ് ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കാനുള്ള പ്രധാനപ്പെട്ട വഴികൾ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക എന്നതാണ് ഒന്നാമതായിട്ട്. അള്ളാഹുവിനെ നമ്മുടെ റബ്ബായി അംഗീകരിക്കുക എന്നതിനർത്ഥം അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്നത് മാത്രമല്ല. ഉപ്പ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന സ്നേഹത്തിൻ്റെയും ആദരവുകളുടെയൊക്കെ ഒക്കെ അധികം അള്ളാഹു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. ആരും സഹായിക്കാനില്ലെങ്കിലും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസം ഉണ്ടാവണം. ഏത് കാര്യത്തിലും അള്ളാഹുവിൻ്റെ താല്പര്യത്തിന് മുൻതൂക്കം നൽകുക എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. ഈ വിശ്വാസമാണ് നമ്മെ ജീവിതത്തിൽ നിരാശപ്പെടുത്താതെ, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ നിരാശപ്പെടാതെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുക എന്നതാണ്. ഇസ്ലാം എന്നാൽ കേവലം കുറച്ച് ആരാധനാകർമ്മങ്ങൾ മാത്രമല്ല, മുഴുവൻ മനുഷ്യർക്കുള്ള ജീവിത വ്യവസ്ഥയായിട്ടാണ് അള്ളാഹു ഇത് നിശ്ചയിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഒത്തിണങ്ങിയ ജീവിത വ്യവസ്ഥ, ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ശരിയായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം. സമ്പൂർണമായ സമർപ്പണം. ജീവിതത്തിൽ ഏത് കാര്യത്തിലും ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കണം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴുണ്ടാകുന്ന നിസ്സാര സുഖങ്ങൾക്കും ലാഭങ്ങൾക്കും വേണ്ടി ഇസ്ലാമിനെ എന്ത് ചെയ്യരുത്? കൈയൊഴിയാൻ പാടില്ല. അപ്പം ഇങ്ങനെ തീരുമാനമെടുത്ത് ജീവിക്കുമ്പോഴാണ് ഈമാനിൻ്റെ മാധുര്യം രുചിക്കാനുള്ള രണ്ടാമത്തെ നടപടി പൂർത്തിയാകുന്നത്. ഇനി മൂന്നാമത്തേത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൂതനായി, അള്ളാഹുവിൻ്റെ പ്രവാചകനായി, അള്ളാഹുവിൻ്റെ റസൂലായിട്ട് തൃപ്തിപ്പെടുക എന്നതാണ്. മുഹമ്മദ് നബിയെ അള്ളാഹുവിൻ്റെ ദൂതനായി അംഗീകരിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ മാർഗദർശി എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുക. നമ്മുടെ മാതൃക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എല്ലാത്തിലും നബിയിൽ നിന്ന് മാതൃക സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ അതിൽ നിന്നായിരിക്കണം നമ്മൾ മാതൃക എടുക്കേണ്ടത്. നബിചര്യ, അതായത് ഹദീസുകൾ, അത് അറിയുക ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. കാരണം വിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുന്നത് പോലെ ജീവിതം, ഇസ്ലാമിക ജീവിതം എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിരിക്കുന്ന നബിയാണ്. അപ്പം നബിയുടെ അധ്യാപനങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നതാണ്. അവിടുത്തെ മാർഗദർശനങ്ങൾക്ക്, നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണന കൊടുത്തുകൊണ്ട് നബിയുടെ വാക്കുകളും പ്രവൃത്തികളും മൗനാനുവാദങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ആ രൂപത്തിൽ നമ്മൾ സ്വീകരിക്കുക. ഹദീസുകളെ ആ രൂപത്തിൽ സ്വീകരിക്കുക. അപ്പോൾ നബി ഈ രൂപത്തിൽ മൗനാനുവാദങ്ങൾ വരെ ഹദീസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഹദീസ് പഠിക്കാതെ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനോ ഇസ്ലാമിനെ ശരിയായി ജീവിതത്തിൽ പകർത്താനോ കഴിയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളും പ്രവാചകന്റെ ജീവിതചര്യയും പൂർണ്ണമായി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മൾ ഈമാനിൻ്റെ യഥാർത്ഥ മാധുര്യം അനുഭവിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ ഉറച്ച ഈമാനുള്ളവർക്ക് ജീവിതത്തിൽ നിരാശ കുറവായിരിക്കും. നമ്മൾ ഈ അർത്ഥത്തിൽ ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കുന്ന, അനുഭവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.